ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 77. അമരനും ഗീതാഞ്ജലിയും മാന്ത്രിക പുഷ്പത്തെക്കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പഴം ലഭിച്ചത്. അതുകൊണ്ട് ഈ ഔഷധഫലം നിങ്ങൾ എടുത്തുകൊള്ളൂ. വൈദ്യവനിത ആ വെളുത്ത പൂവിന്റെ ചെടിയിൽ നിന്ന് പഴം പറിച്ചെടുത്ത് അമരന്റെ കയ്യിൽ കൊടുത്തു. അമരന് ആ പഴം വേണ്ടായിരുന്നു. എന്നിട്ടും ഗീതാഞ്ജലിയെ നിരാശപ്പെടുത്തേണ്ടെന്ന് കരുതി അവൻ ആ പഴം സ്വീകരിച്ചു. അപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖം മാറി. അവൻ പഴം കയ്യിൽ പിടിച്ചപ്പോൾ അവൾ പരിഭ്രമത്തോടെ അമരനെ നോക്കി പറഞ്ഞു, ശരി, നമുക്ക് യാത്ര വീണ്ടും പുറപ്പെടാൻ സമയമായി. യോദ്ധാക്കൾ ആവശ്യത്തിന് വിശ്രമിച്ചു കഴിഞ്ഞിരിക്കും. ഇനി താമസിക്കേണ്ട, നമുക്ക് വേഗം പോകാം, അവൾ തിടുക്കത്തിൽ പറഞ്ഞു. അവൾ തന്ന പഴം കയ്യിൽ പിടിച്ച് അവളുടെ പെട്ടെന്നുള്ള പരിഭ്രമം കണ്ട് അമരൻ ഒന്ന് ആശ്ചര്യപ്പെട്ടു. പെട്ടെന്ന് വൈദ്യവനിതയ്ക്ക് എന്തുപറ്റി? എന്താണ് ഈ തിരക്കിന് കാരണമെന്ന് അവന് മനസ്സിലായില്ല. അവൾക്ക് എന്താണ് പെട്ടെന്നൊരു ഭാവമാറ്റം? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്ര പരിഭ്രമം? ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അമരൻ ഗീതാഞ്ജലിയെ സൂക്ഷ്മമായി ഒന്ന് നോക്കി. നിരവധി ചോദ്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗീതാഞ്ജലി നൽകിയ ആ വിശിഷ്ട ഫലം അവൻ സഞ്ചിയിൽ വെച്ചു. വൈദ്യവനിതേ, എനിക്കൊരു സംശയം, ചോദിക്കാമോ? അമരൻ ചോദിച്ചു. ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളൂ, വൈദ്യവനിത പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സഹയോദ്ധാക്കളെ ആരെയും ക്ഷണിക്കാത്തത്? അമരൻ ചോദിച്ചു. അമരന്റെ സംശയം കേട്ടപ്പോൾ ഗീതാഞ്ജലിയുടെ മുഖത്ത് പരിഭ്രമം തളം കെട്ടി നിന്നു. അവൾ നന്നായി വിയർക്കാൻ തുടങ്ങി. ഉത്തരത്തിനായി അവൾ ആലോചനയിൽ മുഴുകി. അവളുടെ ഈ മാറ്റങ്ങൾ അമരൻ ശ്രദ്ധിച്ചു. അവൾക്ക് എന്തോ കാര്യമായ കള്ളത്തരമുണ്ടെന്ന് അമരന് തോന്നി. അവൾ പരിഭ്രമം മറച്ചുവെച്ച് ഒരു കള്ളച്ചിരിയോടെ അമരനോട് പറഞ്ഞു, അത് എനിക്കിത്തരം സ്ഥലങ്ങളിൽ തനിച്ചു വരാൻ ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇത്തരം സാഹസികത നിറഞ്ഞ അന്വേഷണങ്ങൾ എനിക്കിഷ്ടമാണ്. ഇവയൊക്കെ മലയുടെ അരികിൽ നിന്ന് മാത്രം ലഭിക്കുന്ന പഴങ്ങളാണ്. അതറിഞ്ഞിട്ടും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ പിന്നീട് ഞാൻ പശ്ചാത്തപിക്കുമായിരുന്നു. അത് കേട്ടതും അമരന്റെ സംശയങ്ങൾക്ക് അല്പം അയവ് വരാൻ തുടങ്ങി. അവൻ തലയാട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ വരുണമിത്രൻ മോതിരത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞു, അമര, കുമാര, അവൾ കള്ളം പറയുകയാണ്. മറ്റെന്തോ ആവശ്യത്തിനാണ് അവൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഗുരുവിൽ നിന്നും ഇത് കേട്ട അമരൻ പെട്ടെന്ന് നിന്നു. ഉടനെ തിരിഞ്ഞ് ഗീതാഞ്ജലി ഒന്ന് നോക്കി. ആശങ്ക തോന്നിയ അമരൻ ആ മലയുടെ അരികിലേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ട് അവൾ അമരനോട് ഉറക്കെ പറഞ്ഞു, എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് ഒരുമിച്ച് മടങ്ങാം. അവിടെ എല്ലാവരും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. എന്നാൽ അമരൻ അവളുടെ വാക്കുകൾ അവഗണിച്ച് മലയുടെ അരികിലെത്തി. അതിനുശേഷം അതിന്റെ തീരത്തുകൂടി നടക്കുമ്പോൾ ശേഷിക്കുന്ന പൂക്കൾക്ക് സമീപം കുറച്ച് കട്ടിയുള്ള ശാഖകൾ കണ്ടു. അവ ഇടതുവശത്ത് നിന്ന് ഭൂമിക്ക് താഴെയുള്ള ഒരു ഗുഹയിലേക്ക് പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. അവിടെ നിന്ന് ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അമരന്റെ കണ്ണുകൾക്ക് ആ ഗുഹയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണാൻ കഴിയൂ. അത് നോക്കി അവൻ ശ്രദ്ധാപൂർവം ശാഖകളിൽ ചവിട്ടി ഗുഹയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അകത്ത് കടന്നപ്പോൾ ഗുഹയ്ക്കകം ഒട്ടും പ്രകാശമില്ലായിരുന്നു. കുറച്ചു കല്ലുകളും കുറച്ചു ചില്ലകളും അസ്ഥികളുമല്ലാതെ മറ്റൊന്നും ഗുഹയ്ക്കകത്ത് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ എന്തോ കുഴപ്പമുണ്ട് എന്നാലോചിച്ച് ആ നിഗൂഢമായ ഗുഹയിലൂടെ അമരൻ നടക്കാൻ തുടങ്ങി. ആ സമയം അമരന് പിന്നിൽ ചില കാലടി ശബ്ദം കേട്ടു. ആ ശബ്ദം ഗീതാഞ്ജലിയുടെ കാലടി ശബ്ദമായിരിക്കുമെന്ന് അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ പെട്ടെന്നൊരുതരം വെള്ളപ്പൊടി അമരന്റെ മേൽ വിതറി. അത് അവന്റെ ദേഹമാകെ പടർന്ന് പെട്ടെന്ന് അവന് തലകറക്കം അനുഭവപ്പെട്ടു. അമരൻ തന്റെ ശിരസിൽ കൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ച് നിലത്തേക്കിരുന്നു. അമരൻ തളർന്നു വീഴുന്നത് കണ്ട് ഗീതാഞ്ജലി അവളുടെ കൈകളിലെ വെള്ളപ്പൊടി തുടച്ച് നെടുവീർപ്പിട്ട് അമരൻ നിലം പതിക്കുന്നത് നോക്കി കാത്തിരുന്നു. നമുക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞത് നീ കേൾക്കണമായിരുന്നു. നിനക്ക് തെറ്റുപറ്റി. അതിന്റെ ഫലമായി നീ ഇവിടെ പെട്ടുപോവാൻ പോകുന്നു, അവൾ പറഞ്ഞു. അതിനുശേഷം അവൾ ഒരു കയറെടുത്ത് അമരന്റെ കൈകൾ കെട്ടാൻ തുടങ്ങി. അപ്പോൾ അമരൻ പെട്ടെന്ന് കണ്ണു തുറന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. നീ ഇങ്ങനൊരു തന്ത്രം പരീക്ഷിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നല്ല കാര്യം, ഞാൻ എന്തിനും തയ്യാറായിരുന്നത്. അതുകൊണ്ട് നിന്റെ ഈ വെള്ളപ്പൊടി എന്നിൽ പ്രവർത്തിച്ചില്ല.
അമരൻ പറഞ്ഞു. അവനെ ബോധത്തോടെ കണ്ടപ്പോൾ ഗീതാഞ്ജലി ഞെട്ടിപ്പോയി. എന്നിരുന്നാലും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ അവനെ കഠിനമായി ചവിട്ടി. അവളുടെ ആക്രമണത്തിൽ നിന്ന് പെട്ടെന്നൊഴിഞ്ഞു മാറി. അവൻ തന്റെ കാലുപയോഗിച്ച് ഗീതാഞ്ജലിയുടെ കാലിൽ പിടിച്ച് ശക്തമായി അമർത്താൻ തുടങ്ങി. അവളുടെ സുന്ദരമായ മുഖം വേദന കൊണ്ട് വിറയ്ക്കുന്നത് കണ്ട് അമരൻ ചിരിച്ചുകൊണ്ട് മറ്റേ കാലുകൊണ്ട് അവളെ അടിച്ചു. ഈ ആക്രമണത്തോടെ രണ്ടുപേരും നിലത്ത് വീണു. അമരൻ ഉടനെ എഴുന്നേറ്റു. അവളെ വീണ്ടും പ്രഹരിച്ചു. അതിനാൽ അവൾക്ക് എഴുന്നേറ്റ് ഓടാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇരുവരുടെയും ശരീരങ്ങൾ പരസ്പരം അടുത്തു നിന്നിരുന്നതിനാൽ അവളുടെ മുഖം ചുവന്നു തൊടുത്തിരുന്നു. അവന്റെ സ്പർശനം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. പ്രത്യാക്രമണം നടത്തി അവൾ എങ്ങനെയെങ്കിലും അവന്റെ പിടിയിൽ നിന്ന് മോചിതയാകാൻ ശ്രമിച്ചു. ഞാൻ പോകട്ടെ, അയ്യോ എന്നെ വിടൂ, നീ എന്നെ ഇപ്പോൾ വിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഉറക്കെ നിലവിളിക്കും. എന്റെ ശബ്ദം കേട്ടാൽ യോദ്ധാക്കൾ ഇവിടെ വന്ന് എന്നെ രക്ഷിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിനക്കൊരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അവൾ അവനെ ഭീഷണിപ്പെടുത്തി. അമരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിക്കും നീ ശബ്ദമുണ്ടാക്കണം. നീ ഒച്ച വെച്ചാൽ ഈ ഗുഹാരഹസ്യം എല്ലാവരും അറിയും. നിന്നെ വിട്ടുപോകാൻ ഞാൻ തയ്യാറാണ്. നീയാണ് പുറകെ വന്ന് ഉപദ്രവിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ വെച്ച് നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അമരൻ ഗീതാഞ്ജലിയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. സത്യം പറയൂ, അമരൻ ഭീഷണിപ്പെടുത്തി. അവന്റെ ഭീഷണികളെ ധിക്കരിച്ചുകൊണ്ട് അവൾ ചിരിക്കാൻ തുടങ്ങി. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയുള്ള പട്ടാളക്കാർക്കെല്ലാം എന്നോട് ഭ്രാന്താണ്. അത് മറക്കരുത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവരാരും നിന്നെ വെറുതെ വിടില്ല. വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്, അവൾ അഹങ്കാരത്തോടെ പറഞ്ഞു. നീ എന്തിനാ നിന്റെ സൗന്ദര്യത്തിൽ ഇത്രയേറെ അഭിമാനം കൊള്ളുന്നത്? സുന്ദരമായ മുഖമല്ലാതെ മറ്റെന്താണ് നിനക്കുള്ളത്? കൊള്ളാം, എന്നെ പ്രലോഭിപ്പിക്കാൻ നീ പോരാ. അത് വിടൂ, എനിക്കിതിലൊന്നും താല്പര്യമില്ല. എന്താണ് ഈ ഗുഹയുടെ രഹസ്യം? എന്നോട് പറയൂ, അമരൻ ആവശ്യപ്പെട്ടു. നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഈ ഗുഹയിലില്ല, അവൾ പറഞ്ഞു. എന്നാൽ അമരൻ അവളെ വീണ്ടും ഭീഷണിപ്പെടുത്തി. അല്ല, നീ കള്ളം പറയുക. നീ തന്നെ സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ കയർ കൊണ്ട് നിന്നെ ഞാൻ ഗുഹയിൽ കെട്ടിവലിച്ച് എല്ലാ സത്യങ്ങളും സ്വയം കണ്ടുപിടിക്കും. അകത്തേക്ക് പോകുമെന്നുള്ള അമരന്റെ ഭീഷണി കേട്ട് ഗീതാഞ്ജലി ഭയന്നു വിറച്ചു. അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു പോയിരുന്നു. പക്ഷേ അവൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അമരൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവൾ ഭയത്തോടെ കണ്ണുകളടച്ചു. അമരൻ അവളോട് മന്ത്രിച്ചു. ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ ഭാഗത്ത് ഒരു മാന്ത്രിക കുരങ്ങുണ്ട്. നിന്നെ കൊന്നു കുറ്റം ആ കുരങ്ങിന്റെ മേൽ വെച്ചാൽ നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ഇനി എല്ലാ സത്യവും പറയൂ, അമരൻ പറഞ്ഞു. അവന്റെ ഭീഷണികൾ അവളിൽ പ്രവർത്തിച്ചു. അവൾ അമരന്റെ പിടിയിൽ നിന്ന് മോചിതയാകാൻ ശ്രമിച്ചു. പക്ഷേ അമരന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് അവന് ഒറ്റയടിക്ക് തന്നെ വീഴ്ത്താൻ കഴിയുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതവളെ ഭയപ്പെടുത്തി. ഞാൻ പറയാം, എന്നെ വെറുതെ വിടൂ, ഞാൻ സത്യം പറയാം, അവൾ പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ പിടി അയച്ചു. പക്ഷേ മുഴുവനായി വിട്ടില്ല. പ്രതിരോധമെന്ന നിലയിൽ അവളുടെ കൈത്തണ്ടയിൽ ചെറുതായി പിടിച്ചു. അവൾ ഗുഹയുടെ രഹസ്യം പറയാൻ തുടങ്ങി. ഒരിക്കൽ ഇവിടെ ഔഷധപ്പഴങ്ങൾ ശേഖരിക്കാൻ വന്ന ഞാൻ ഈ ഗുഹ അബദ്ധത്തിൽ കണ്ടെത്തി. പെട്ടെന്ന് എന്റെ ശ്രദ്ധ ഈ ഗുഹയിൽ പതിച്ചു. നമ്മുടെ ഗ്രാമത്തിൽ പലരും പലപ്പോഴായി പറയാറുണ്ട്, പൂർവികർ ചില രഹസ്യങ്ങൾ നമുക്കായി ബാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇതുപോലെയുള്ള ഗുഹകളിലാണിത്. പക്ഷേ അത് കണ്ടെത്താൻ ഞാൻ ആഴത്തിൽ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഈ ഗുഹയിൽ നിറയെ രഹസ്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗീതാഞ്ജലി പറഞ്ഞത് കേട്ട് അമരൻ ആശയക്കുഴപ്പത്തിലായി. അവൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് അമരന് മനസ്സിലായില്ല. നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പൂർവികർ എന്ന് പറഞ്ഞാൽ, പൂർവികർ എന്തെങ്കിലും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? അവൻ ആശയക്കുഴപ്പത്തോടെ അവളെ നോക്കി നിന്നു. അമരൻ എന്തോ ആലോചിച്ച ശേഷം അവളോട് പറഞ്ഞു. ശരി, എങ്കിൽ നമുക്ക് പോയി മറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. ഇല്ല, വേണ്ട, നീ അങ്ങനെ ചെയ്യരുത്. ഇത് വളരെ അപകടകരമായ ഒരു ഗുഹയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനാൽ ഉള്ളിൽ പോകുന്നത് വളരെ വളരെ അപകടകരമാണ്. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം മാത്രം പറയാം. നമ്മുടെ പൂർവികർ ബാക്കി വെച്ച രഹസ്യം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല.
അല്ലാതെ നീ കരുതും പോലെ ഒരു കള്ളിയൊന്നുമല്ല ഞാൻ. എനിക്കെതിരെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല. നിന്നേക്കാൾ ശക്തരായ എത്രയോ പേർ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട്. എനിക്ക് അവരെ ഒരു നേരിയ കണ്ണ് കാണിച്ചാൽ മതി, നിങ്ങളുടെ കഥ അവർ പൂർത്തിയാക്കും. ഗീതാഞ്ജലി ഒരിക്കൽ കൂടി അമരനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അമരൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഗീതാഞ്ജലിയുടെ മുഖത്തെ ഗൗരവം അമരൻ കണ്ടു. ആരാണ് പൂർവികരെ വിട്ടികളാക്കുന്നത്? നീ വെറുതെ പേടി അഭിനയിക്കുകയാ. നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. വൈദ്യവനിതേ, കുറച്ചു മുമ്പ് നീ എന്റെ മേൽ കുറച്ച് പൊടി വിതറി. നീ എന്തിനാണ് നിരപരാധിയായി അഭിനയിക്കുന്നത്? അവളുടെ ഉള്ളിൽ അജ്ഞാതമായ ഒരു ഭയം നിറഞ്ഞിരുന്നു. ഇവിടെ നോക്ക്, ദയവായി എന്നെ വിശ്വസിക്കൂ. നേരം ഒരുപാട് വൈകിയിരിക്കുന്നു. നമുക്ക് വേഗം ഇവിടം വിട്ടു പോകണം. ഇല്ലെങ്കിൽ സഞ്ജയൻ നമ്മളെ സംശയിക്കും. ഈ രാത്രി നമുക്ക് ഈ ഗുഹയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എവിടെയാണുള്ളതെന്ന് ആരും തിരക്കില്ല. അത് കേട്ടപ്പോൾ അമരനും അതൊരു നല്ല ആശയമായി തോന്നി. ആരാണ് സഞ്ജയൻ? സുരക്ഷാ പടയുടെ നേതാവിന്റെ മകനല്ലേ? ഞാൻ വരുമ്പോൾ അവൻ നിങ്ങളോടൊപ്പം നടക്കുകയായിരുന്നു. ആ വിഡ്ഢിയാണോ സഞ്ജയൻ? അത് കേട്ടതും അവന്റെ കണ്ണുകളിൽ എന്തോ അസൂയ നിഴലിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അതെ, അവനാണ്. അവന്റെ പേര് സഞ്ജയൻ, അവൾ പറഞ്ഞു. അമരേന്ദ്രൻ, യുദ്ധം കണ്ട സിംഹം, അമരൻ, അതാണ് എന്റെ പേര്. അവൻ ഗാംഭീര്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അമരൻ അവളെ അനുഗമിച്ച് മുകളിലേക്ക് കയറി. ഇരുവരുടെയും മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നിരുന്നെങ്കിലും അവരുടെ കണ്ണുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇരുവരും നിശബ്ദരായി നടന്നു. കൂടാരത്തിന് അടുത്തെത്തിയപ്പോൾ അമരൻ ഗീതാഞ്ജലിയെ പെട്ടെന്ന് തന്റെ അടുത്തേക്ക് വലിച്ചു. അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. രണ്ടുപേരും ഒരുമിച്ച് പോയാൽ വെറുതെ സംശയം വരും, പ്രത്യേകിച്ച് ആ മണ്ടന്. നീ ആദ്യം പോവൂ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. അവൾ മനസ്സിലാക്കി തലയാട്ടി. എന്നിട്ട് ഒറ്റയ്ക്ക് നടന്നു. ആ സമയം അമരന്റെ മനസ്സ് ആ നിഗൂഢ ഗുഹയെക്കുറിച്ച് കൂടുതൽ അറിയാൻ അലഞ്ഞു. പാഞ്ചാല നഗരത്തിലെ യോദ്ധാക്കളുടെ കഥകൾ കേൾക്കുമ്പോൾ താനും അതുപോലെ എന്തെങ്കിലും ആവേശകരമായ യാത്ര നടത്തണമെന്ന് അമരനും ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ആ ഗുഹയിലെ പുരാതന നിധികൾ കണ്ടെത്താൻ അവസരം ലഭിച്ചതിനാൽ അവന്റെ താല്പര്യം വർദ്ധിച്ചു. കാത്തിരിക്കാൻ വയ്യ. ഗീതാഞ്ജലി തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് താൻ ഒറ്റയ്ക്ക് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചേനെ എന്ന് അമരൻ അക്ഷമനായി ചിന്തിച്ചു. പിന്നെ അവനും പതിയെ കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. പരിശീലനത്തിന് ഒരിടം നോക്കിയപ്പോഴാണ് ഇങ്ങനെയൊരു ആവേശകരമായ വഴിത്തിരിവ് ഉണ്ടായതെന്നോർത്ത് അമരൻ സ്വയം പുഞ്ചിരിച്ചു. ആ ഗുഹയിൽ എന്താണുള്ളത് എനിക്കറിയണം. എന്നാലും രാത്രി പോകാമെന്ന് ആ വൈദ്യവനിത പറഞ്ഞതെന്തിന്? ഇനി എത്ര സമയം കാത്തിരിക്കണം? പെട്ടെന്ന് രാത്രിയാവാൻ അമരൻ ആഗ്രഹിച്ചു. രാത്രിയാവാൻ വൈകുന്നത് എന്തുകൊണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് അമരൻ നടന്നു. അധ്യായം 78. അമരൻ രഹസ്യഗുഹയെക്കുറിച്ച് ഓർത്ത് നടന്നു വരികയായിരുന്നു. ആ സമയം ദൂരെ നിന്ന് രണ്ട് ചുവന്ന കണ്ണുകൾ ആഴത്തിലുള്ള മുരളലോടെ അമരനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമരൻ അത് തിരിച്ചറിഞ്ഞില്ല. ഈ സമയം ഗീതാഞ്ജലി ഒന്നും അറിയാത്ത പോലെ പട്ടാളക്കാർക്കിടയിലൂടെ നടന്നു. അവിടെ പട്ടാളക്കാർ അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അവർ ആവേശഭരിതരായി. അപ്പോൾ സഞ്ജയൻ കൂടാരത്തിന് പുറത്തിറങ്ങി സങ്കടത്തോടെ അവളോട് പറഞ്ഞു. ഗീതാഞ്ജലി, നിങ്ങൾ എവിടെ പോയി? 2 നിമിഷങ്ങൾ കൂടെ അവിടെ നിന്ന് വരാൻ അമാന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തേടി വരുമായിരുന്നു എന്ന് പറഞ്ഞ് സഞ്ജയൻ നടക്കുന്നതിനിടയിൽ അമരൻ ദൂരെ നിന്ന് ഒറ്റയ്ക്ക് നടന്നു വരുന്നത് അവൻ കണ്ടു. ഈ വരുന്നവൻ ആരാണ്? അവൻ ആശയക്കുഴപ്പത്തോടെ മറ്റുള്ളവരോട് അന്വേഷിച്ചു. അപ്പോൾ അമരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അയാളും ഒരു പോരാളിയാണ്. ഞാൻ കുറെ ഔഷധ സസ്യങ്ങൾ തിരയുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. ഗീതാഞ്ജലി പറഞ്ഞുകൊണ്ട് അമരനെ തിരിഞ്ഞു നോക്കി. സഞ്ജയന്റെ കണ്ണുകൾ അമരനിൽ തന്നെയായിരുന്നു. സഞ്ജയന്റെ കണ്ണുകളിലെ സംശയം മനസ്സിലാക്കിയ അമരൻ പറഞ്ഞു, അത് വയറിനൽപ്പം സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോയത്. അമരൻ അവശനെന്ന വണ്ണം പറഞ്ഞു. ഇത് കേട്ട് ഗീതാഞ്ജലി പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ജയനോട് പറഞ്ഞു, അതെ, ഈ വനം പലപ്പോഴും ആളുകളുടെ ശാരീരികാവസ്ഥയെ മോശമാക്കുന്നുണ്ട്. ശരി, അത് പോകട്ടെ. നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഒരുമിച്ച് വേഗത്തിൽ പോകാം. നമുക്ക് പുറപ്പെട്ടാലോ? അവൾ മുന്നോട്ട് നീങ്ങി. അമരനും അവളെ അനുഗമിച്ചു.
സഞ്ജയൻ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് കൈ കൊണ്ടുവന്ന് തടഞ്ഞു. ഇത് കണ്ട അമരൻ പുഞ്ചിരിയോട് പറഞ്ഞു, സഞ്ജയ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അവന്റെ കണ്ണുകളിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിഴലിച്ചു. ഒന്നുമില്ല. സുരക്ഷാ യോദ്ധാക്കളെല്ലാം നിന്നെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്നത് കേട്ടു. നീ ഒരു 2 നക്ഷത്ര അപരാജിതനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുഖമൊന്ന് നോക്കുന്നത്, അവൻ പറഞ്ഞു. അമരൻ മറുപടിയായി തിരിച്ചൊരു പുഞ്ചിരി മാത്രം നൽകി. അമരൻ തന്റെ കയ്യിലെ മോതിരങ്ങൾ മറയ്ക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ സഞ്ജയൻ അമരനെ സൂക്ഷിച്ചു നോക്കി. നീ എവിടെ നിന്നാണ് വരുന്നത്? നിന്നെപ്പോലുള്ള ശക്തർക്ക് മാത്രമേ ഞങ്ങളുടെ ഈ ചെന്നായ്ക്കൂട്ടത്തിൽ സ്ഥാനമുള്ളൂ. നീ എവിടെ നിന്ന് വന്നവനായാലും നീ സുരക്ഷിതനായിരിക്കും. ഇവിടെ ഒറ്റയ്ക്ക് നടക്കുന്നത് വളരെ അപകടകരമാണ്. നീ എവിടെ നിന്ന് വരുന്നു? നീ എന്തു ചെയ്യുന്നു? അവൻ ചോദിച്ചു. തന്നെ അവരുടെ സംഘത്തിൽ ചേർക്കാനുള്ള ശ്രമമാണെന്ന് അമരന് വ്യക്തമായി മനസ്സിലായി. അമരൻ അശ്രദ്ധമായി സഞ്ജയനോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ വളരെ ക്ഷീണിതനാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സംഘത്തിലെ അംഗമായാലും നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ശരി, നിന്റെ ഇഷ്ടം. പക്ഷെ സഹോദര, നിനക്ക് എപ്പോൾ വേണമെങ്കിലും മനസ്സ് മാറുമ്പോൾ ഞങ്ങളോടൊപ്പം വന്നു ചേരാം. നിന്നെ പോലുള്ള പ്രതിഭകൾക്കായി ഞങ്ങളുടെ ചെന്നായ സംഘത്തിന്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കും, സഞ്ജയൻ പറഞ്ഞു. അത് കേട്ട അമരൻ ഒന്നും മിണ്ടാതെ മുമ്പോട്ട് ചെന്ന് മറുപടിയൊന്നും പറയാതെ തന്റെ മുന്നിൽ നിന്ന സൈനികരോടൊപ്പം ചേർന്നു. തന്റെ സംഘത്തിൽ ചേരാൻ വിസമ്മതിച്ച അമരനോട് ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി സ്വയം പിറുപിറുത്ത സഞ്ജയന് അമരനോട് ഉള്ളിൽ ദേഷ്യമുണ്ടായിരുന്നു. നീ പോകരുത്. നീ എവിടെ പോകാനാണ്? ഈ കാടിന്റെ ഓരോ വഴിയും എനിക്ക് നന്നായി അറിയാം. നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, സഞ്ജയൻ സ്വയം പറഞ്ഞു. അതേസമയം വിശ്രമിച്ച ശേഷം എല്ലാ യോദ്ധാക്കളും അവരുടെ കർമ്മം തുടർന്നു. ഇപ്രാവശ്യം അവർ നടന്ന വഴി പഴയതിനേക്കാൾ വളരെ ശാന്തമായിരുന്നു. വഴിയിൽ 2 തവണ മൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായി. എന്നാൽ സൈനികർ 2 ആക്രമണങ്ങൾക്കും ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ആകാശം പതുക്കെ ഇരുണ്ടുവരുന്നത് അവർ ശ്രദ്ധിച്ചു. അവിടെ അവർ പലതരം പൂക്കളും ഔഷധ സസ്യങ്ങളും കണ്ടു തുടങ്ങി. ഔഷധച്ചെടിയുടെ ഗന്ധം വായുവിൽ നിറഞ്ഞു. അത് ശ്വസിച്ചപ്പോൾ എല്ലാ പട്ടാളക്കാർക്കും ഊർജ്ജസ്വലത അനുഭവപ്പെട്ടു തുടങ്ങി. ഗീതാഞ്ജലി മുന്നോട്ട് വന്ന് എല്ലാ സൈനികരെയും നോക്കി പറഞ്ഞു, വീരപുത്രന്മാരെ, നമ്മൾ ഇവിടെ തമ്പടിക്കാൻ പോകുന്നു. ഇവിടെയുള്ള എല്ലാ ചെടികളും വിലപ്പെട്ടതാണ്. അതിനാൽ നിങ്ങളെ ചുറ്റുമുള്ള ചെടികളെ അബദ്ധത്തിൽ പോലും ഉപദ്രവിക്കരുത്. ഇതെല്ലാവരും നന്നായി ശ്രദ്ധിക്കൂ. അവളുടെ സംസാരം കേട്ട് എല്ലാ പടയാളികളും ഉടൻ തന്നെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ അവൾക്ക് ഉറപ്പ് നൽകി. തുടർന്ന് എല്ലാവരും ശ്രദ്ധാപൂർവം ആ സ്ഥലത്ത് കൂടാരം സ്ഥാപിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യോദ്ധാക്കൾക്ക് വേഗത വായുവേഗത്തിലാണ്. അതോർത്ത് അമരൻ ചിരിച്ചു. അപ്പോഴും അവൾ കൂടെയുള്ളവരോട് ഔഷധച്ചെടികൾ പറിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. കാട് വളരെ വലുതായിരുന്നു. നാളിതുവരെ ആ കാടിന്റെ ആഴം പൂർണ്ണമായി കാണാൻ മരുന്ന് ശേഖരിക്കാൻ വരുന്ന സംഘത്തിന് പോലും സാധിച്ചിരുന്നില്ല. അമരനും മറ്റു പട്ടാളക്കാരും ഇപ്പോൾ കൂടാരം കെട്ടിയ സ്ഥലം പോലും കാടിന്റെ ഒരു ചെറിയ ഭാഗമായിരുന്നു. അമരൻ മരുന്നിനായി സസ്യങ്ങളും മറ്റ് ഔഷധങ്ങളും രഹസ്യമായി തിരയാൻ തുടങ്ങി. ഓരോ ചെടിയും സൂക്ഷിച്ചു നോക്കിയെങ്കിലും തനിക്ക് ആവശ്യമായ ഔഷധച്ചെടി അവിടെ കണ്ടില്ല. ഇരുട്ട് പരക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കൂടാരത്തിലേക്ക് മടങ്ങി. എന്തെന്നാൽ ശക്തി ഉണ്ടെങ്കിലും കാട്ടിൽ ഒറ്റയ്ക്ക് കറങ്ങരുതെന്ന് അവൻ അറിയാമായിരുന്നു. അത് ബുദ്ധിയല്ല. മാന്ത്രിക മൃഗങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചാൽ തനിയെ നേരിടാൻ തനിക്ക് കഴിയില്ലെന്ന് അമരന് നന്നായി അറിയാം. കൂടാരത്തിലേക്ക് മടങ്ങുമ്പോൾ അമരൻ അവിടെ ധാരാളം വെള്ളക്കൂടാരങ്ങൾ പടുത്തുയർത്തുന്നത് കണ്ടു. കുറച്ച് യോദ്ധാക്കൾ അത്താഴത്തിന് തയ്യാറെടുക്കുന്നു. അതിനിടയിൽ അവന്റെ കണ്ണുകൾ ഗീതാഞ്ജലിയെ തിരഞ്ഞു. സഞ്ജയൻ അവളുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് 2 പേർക്കും അവരെ ആരോ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി. അവരിരുവരും തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് അമരനെ കണ്ടു. മൂവരും പരസ്പരം നോക്കിയിരുന്നെങ്കിലും അവരുടെ മനസ്സിൽ ഏതോ വിചിത്രമായ ചിന്തകൾ ഓടിക്കൊണ്ടിരുന്നു. അമരൻ ഇരുവരെയും നോക്കി ചിരിച്ച ശേഷം ഒരു കൂടാരത്തിലേക്ക് നടന്നു. അയാൾ വളരെ ശക്തനായ യുവാവാണ്. ഈ പ്രായത്തിലെ അവൻ വളരെ ശക്തനായിരിക്കുന്നു. അവൻ ഉയർന്ന സ്ഥാനത്തെത്തും, സഞ്ജയൻ പറഞ്ഞു. ഇത് കേട്ട് ഗീതാഞ്ജലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൂടാരം തയ്യാറാക്കാനുള്ള വേലയിൽ ഏർപ്പെട്ടുകൊള്ളൂ. ഇടയ്ക്കെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. പറഞ്ഞത് സഞ്ജയൻ സമ്മതിച്ചതിനാൽ
അവൾ സന്തോഷത്തോടെ മദ്യത്തിൽ കെട്ടിയൊരുക്കിയ ഒരു വലിയ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു. അമരന്റെ കടന്നുവരവിൽ ചിരിക്കുന്ന സഞ്ജയന്റെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമായി. സൂര്യൻ പർവ്വതങ്ങൾക്ക് മുകളിലൂടെ അസ്തമിച്ചു. എങ്ങും ഇരുട്ട് വീണു. മരക്കൊമ്പുകളിൽ നിറഞ്ഞ ഇലകൾ പോലും ക്രൂരമായ മൃഗങ്ങളുടെ നിഴലുകൾ പോലെ തോന്നി. അവിടെയെങ്ങും നിശബ്ദത പരന്നു. യോദ്ധാക്കൾ കൂടാരങ്ങൾക്ക് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. തീയിൽ വിറക് കത്തുന്ന ശബ്ദം പോലും കൃത്യമായി കേൾക്കുന്നുണ്ടായിരുന്നു. അതേ കനത്ത ഇരുട്ടിൽ ഒരു കൂടാരത്തിൽ നിന്ന് ഒരു നിഴൽ ഉയർന്നു വന്ന് യോദ്ധാക്കളുടെ കണ്ണിൽപ്പെടാതെ വനത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു കൂടാരത്തിൽ നിന്ന് മറ്റൊരു നിഴൽ ഉയർന്ന് വനത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. ആളൊഴിഞ്ഞ ഇരുണ്ട വനത്തിൽ ചെന്നായയുടെ ഓരിയിടലിന്റെ ശബ്ദത്തിനിടയിൽ രണ്ട് നിഴലുകൾ കൂടാരം കെട്ടിയ സ്ഥലത്തു നിന്നും നീങ്ങുന്നത് കാണാമായിരുന്നു. ഈ കനത്ത ഇരുട്ടിൽ നിലാവെളിച്ചം പോലെ തെളിയുന്ന ഗീതാഞ്ജലി തന്റെ മുന്നിലൂടെ നടക്കുന്നത് അമരൻ കണ്ടു. അവൻ ചിരിച്ചുകൊണ്ട് വേഗം നടന്ന് അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അമരൻ ഗീതാഞ്ജലിയെ നോക്കി പറഞ്ഞു, ഏതാനും നിമിഷങ്ങൾക്കകം നിധിവേട്ട തുടങ്ങാൻ പോകുന്നു. രാത്രിയിൽ അവന്റെ മുഖം വ്യക്തമായില്ലെങ്കിലും അവന്റെ ശബ്ദം ഉള്ളിലെ ആവേശം വ്യക്തമായി വെളിപ്പെടുത്തി. വന്യമൃഗങ്ങളെ ഒഴിവാക്കി മണിക്കൂറുകൾക്ക് മുമ്പെത്തിയ അതേ നിഗൂഢ ഗുഹയിലാണ് ഇരുവരും ഇപ്പോൾ എത്തിയത്. ഗുഹയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അമരൻ ഗീതാഞ്ജലിയെ നോക്കി പറഞ്ഞു, നിങ്ങൾ തയ്യാറാണോ? നമുക്ക് നമ്മുടെ നിധിവേട്ട ആരംഭിച്ചാലോ? അവൾ തലയാട്ടി കുറെ ഉണങ്ങിയ വിറകുകൾ എടുത്തു. പിന്നെ ആ വിറകുകൾ വളച്ച് പന്തങ്ങളാക്കി കത്തിച്ച് പന്തങ്ങളിൽ മഞ്ഞപ്പൊടി വിതറി. 2 പന്തങ്ങളും കത്താൻ തുടങ്ങിയപ്പോൾ അതിലൊരെണ്ണം അമരന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ, ഇത് പിടിച്ചുകൊള്ളൂ. നീ ആദ്യം പൊയ്ക്കോ. പുരുഷന്മാർക്ക് വേണ്ടി എപ്പോഴും സ്ത്രീകൾ വഴിമാറുന്നു. അതുകൊണ്ട് മുന്നോട്ട് പോകൂ, അവൾ പറഞ്ഞു. അമരൻ വെളിച്ചം ഉയർത്തി. എനിക്ക് ഈ രീതി വേണ്ട. നമ്മൾ 2 പേരും ഒരുപോലെയാകും. നിന്നെ അശക്തിയായി കാണാൻ ഞാൻ തയ്യാറല്ല. സ്ത്രീകൾക്ക് അർഹമായ ബഹുമാനം കൊടുക്കുന്നവനാണ് ഞാൻ. ഒരുമിച്ച് പോവാം. മാത്രമല്ല, ഇന്നുച്ചയ്ക്ക് നീ എന്നെ പിന്നിൽ നിന്ന് ആക്രമിച്ചു, അമരൻ പറഞ്ഞു. അവന്റെ സ്വരത്തിൽ സംശയം നിഴലിച്ചു. സാധാരണയായി യോദ്ധാക്കൾ എല്ലായ്പ്പോഴും വൈദ്യന്മാരെ അനുസരിക്കും. എന്നാൽ അമരൻ വ്യത്യസ്തനായിരുന്നു. കാരണം അവന് ഗീതാഞ്ജലിയെ അത്ര വിശ്വാസം പോരായിരുന്നു. ഇതാ നോക്ക്, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഒട്ടുമിക്ക കഥകളിലും നായകന്മാർ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നിൽ ശുദ്ധമായ വിശ്വാസമില്ല. എനിക്കുള്ള ഈ ജീവിതം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ്, അവൻ പറഞ്ഞു. ഇല്ല, നീ തന്നെ പോകണം, അവൾ പറഞ്ഞു. അമരൻ അവളെ ഭീഷണിപ്പെടുത്തി. ഇതാ നോക്ക്, ഞാൻ നിന്നെ പിടിച്ചു തള്ളുന്നതിന് മുമ്പ് നീ പോയാൽ കൊള്ളാം. നമ്മൾ ഇവിടെ വഴക്കിട്ടിരുന്നാൽ സമയം പോകും. ദയവായി മുന്നോട്ട് പോകാം. അമരന്റെ വാക്കുകൾ അല്പം രോഷത്തോടെ ഏറ്റുവാങ്ങി ഗീതാഞ്ജലി. കയ്യിലെ പന്തവുമായി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ അമരനും ചിരിച്ചുകൊണ്ട് അവളെ അനുഗമിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. 2 പേരും ഗുഹയുടെ ഇരുട്ടിൽ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ കാലിടറി നിലത്തേക്ക് വീണു. അയ്യോ, എന്താ പറ്റിയത്? സൂക്ഷിച്ചോളൂ. ഈ ഗുഹയിൽ പാമ്പും തേളും പോലെ അപകടകാരികളുമുണ്ട്. എന്ത് സംഭവിച്ചാലും അകത്തേക്ക് പോയേ പറ്റൂ, അമരൻ പറഞ്ഞു. ഇത് കേട്ട് ഗീതാഞ്ജലി ദേഷ്യത്തോടെ അമരനെ നോക്കി പറഞ്ഞു, ഞാൻ താഴെ വീണത് നിങ്ങൾ കണ്ടില്ലേ? എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഇപ്പോഴെങ്കിലും വിവേകത്തോടെ സംസാരിച്ചുകൂടെ? അവൾ പറഞ്ഞു. അമരൻ വിരസതയോടെ ഒരു കൈ അവൾക്ക് നേരെ നീട്ടി. അവൾ അവന്റെ കൈ പിടിച്ചെഴുന്നേറ്റു. അതിനുശേഷം അവർ 2 പേരും വീണ്ടും നടക്കാൻ തുടങ്ങി. നല്ലവണ്ണം സംസാരിച്ചുകൂടെ? എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇപ്പോഴാണ് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല സമയം. ശരി, നിനക്കെന്തു പറ്റി? നീ ഇപ്പോൾ താഴെ വീണത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി ഞാൻ സൂക്ഷിച്ചോളാം, ഒറ്റ കണ്ണുകൊണ്ട് അവളെ നോക്കി അമരൻ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് അവൾ പെട്ടെന്ന് പുഞ്ചിരിച്ചു. 2 പേരും ചിരിച്ചുകൊണ്ട് ഗുഹയിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ ഗുഹയ്ക്കുള്ളിൽ പൂർവികർ എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാൻ അമരന് കൗതുകം തോന്നി. ഓരോന്ന് ആലോചിച്ച് നടന്നുകൊണ്ടിരിക്കെ ഗുഹയുടെ ഇരുവശങ്ങളിലും കൊത്തിവെച്ച രൂപങ്ങൾ അമരൻ കാണാൻ തുടങ്ങി. ആ രൂപങ്ങൾ കണ്ടപ്പോൾ തന്നെ അവന്റെ മുഖത്തെ ചിരി മാഞ്ഞു തുടങ്ങി. കാരണം എല്ലാ ചിത്രങ്ങളിലും അവൻ കണ്ടത് ഒരു കല്ല്
ഭീമാകാരമായ സർപ്പം കൊത്തിയെടുത്തതാണ്. ചില ചിത്രങ്ങളിൽ പാമ്പ് ആളുകളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൊത്തിവെച്ചിരുന്നു. ചില ചിത്രങ്ങളിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാമ്പിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൊത്തിവെച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ പൂർവികർ ഗുഹയിൽ പ്രവേശിക്കുന്നവരോട് എന്തെങ്കിലും സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുന്നതായി അമരൻ തോന്നി. അമരൻ ഗീതാഞ്ജലിയോട് പറഞ്ഞു, ഇനി എന്തിനാ നിങ്ങളിങ്ങനെ മിണ്ടാതെ പോകുന്നത്? നടക്കുമ്പോൾ എന്തെങ്കിലും സംസാരിച്ചാൽ പേടി അറിയില്ല. എന്നെ പേടിയാണോ? നിനക്ക് ചോദിക്കാനുള്ളത് നേരിട്ട് ചോദിക്ക്. എന്തിനാ ഇപ്പൊ സംസാരിക്കുന്നേ? പറയൂ, നിനക്ക് എന്താണ് അറിയേണ്ടത്? അല്പം ഈർഷ്യയോടെ ഗീതാഞ്ജലി പറഞ്ഞു, അത് നിനക്ക് ഈ കല്ല് വേളിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അവൾ പെട്ടെന്ന് നടത്തം നിർത്തി അമരനെ തിരിഞ്ഞു നോക്കി. കല്ല്, മഹാസർപ്പം. അല്പം ക്ഷമയോടെ കേട്ടുകൊള്ളൂ. ഈ കല്ല് മഹാസർപ്പം വളരെ ക്രൂരനാണ്. കല്ല് മഹാസർപ്പത്തിന്റെ പിടിയിൽപ്പെട്ടവർക്ക് മരുന്നില്ല. ഗീതാഞ്ജലി ഭയാനകമായ സ്വരത്തിൽ പറഞ്ഞു. എന്ത്? അത്രയും മാരകമായ വിഷസർപ്പമാണോ അത്? അങ്ങനെയല്ല അമര. ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെട്ടാൽ മാത്രമല്ലേ ഭേദമാക്കാൻ മരുന്ന് ആവശ്യമുള്ളൂ. അവൾ ചിരിച്ചു. അമരൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ശരി ശരി, ദേഷ്യപ്പെടരുത്, വാ എന്നും പറഞ്ഞ് ഗീതാഞ്ജലി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ശരി, ആ കല്ല് മഹാസർപ്പം ഇവിടെ ഉണ്ടാവുമോ? അമരൻ ചോദിച്ചു. അവളുടെ മുഖത്തെ ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമായി. നിന്റെ നാവ് കുറച്ചുനേരം ഒന്ന് അടക്കി വെക്കുമോ? അതൊന്നും ഇവിടേക്ക് വരില്ല എന്നവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു കനത്ത കല്ല് അവർക്ക് മുന്നിലേക്ക് വീണു. അധ്യായം 79. ഗുഹയ്ക്കുള്ളിൽ നടന്നു നീങ്ങിയ അമരന്റെയും ഗീതാഞ്ജലിയുടെയും മുമ്പിലേക്ക് ഒരു വലിയ കല്ല് വീണു. ആ ശബ്ദം കേട്ട് ഗീതാഞ്ജലി പെട്ടെന്ന് ഭയന്ന് വിളിച്ച് കയ്യിലെ പന്തം താഴെയിട്ടു. അമരൻ ഉടനെ അവളെ നോക്കി പരിഭ്രമം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, ഇതെന്തിന്റെ ശബ്ദമാണ്? അമരൻ ഗീതാഞ്ജലിക്ക് അരികിൽ വന്നു നിന്നു. അവൾ ഭയന്ന് വിറയ്ക്കുന്നത് അവൻ കണ്ടു. അവളുടെ കണ്ണുകളിലെ ഭയം കണ്ട് അമരൻ പെട്ടെന്ന് അവൾ നോക്കിയിരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു. തന്റെ കൺമുന്നിൽ ഗുഹയുടെ ഭിത്തിയിൽ നിൽക്കുന്ന കല്ല് മഹാസർപ്പത്തെ കണ്ട് അവനും ഞെട്ടി. അവരുടെ ഭാഗ്യം കൊണ്ട് സർപ്പം അവരുടെ സാന്നിധ്യം അറിഞ്ഞില്ല. നിശബ്ദമായ ഗുഹാമുഖത്ത് സർപ്പം ശ്വസിക്കുന്ന ശബ്ദം മാത്രം മുഴങ്ങി. ആ ശബ്ദം അവരെ വല്ലാതെ ഭയപ്പെടുത്തി. രണ്ടുപേരും അനങ്ങാതെ നിൽക്കുകയായിരുന്നു. അമരൻ മൃദുവായ ശബ്ദത്തിൽ ഗീതാഞ്ജലിയോട് ചോദിച്ചു, ഇതെന്താ? ഇതാണ് നീ ഇത്രയും നേരം ചോദിച്ച കല്ല് മഹാസർപ്പം. നീ അന്വേഷിച്ചത് കൊണ്ട് വന്നതാവും. ഇനി നമ്മൾ എന്തു ചെയ്യും? അവൾ ഭയം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചത് കൊണ്ടോ? എനിക്കെന്തറിയാം? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി നമ്മൾ എന്തു ചെയ്യും? അമരൻ ചോദിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ പെട്ടുപോയി. അവൾ പറഞ്ഞു. പേടിക്കണ്ട, ഒന്ന് ആലോചിച്ചു നോക്ക്, ഒരു വഴി ഉണ്ടാകും എന്ന് പറഞ്ഞവൻ അവളെ നോക്കി. പക്ഷെ അവൾ അവിശ്വസനീയമായ മുഖത്തോടെ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഇതാ നോക്ക്, ഇനിയിപ്പോ നമുക്ക് മുന്നിൽ ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ. ഒന്നും മിണ്ടാതെ ഓടിപ്പോയാലോ? പാറ പോലെ ഭാരമുള്ളതാണ് ആ സർപ്പം. നമുക്ക് പുറകെ ഓടി വന്ന് നമ്മളെ ആക്രമിക്കാൻ ഇതിനാവില്ല. അമരൻ ആശ്വാസത്തോടെ പറഞ്ഞു. കനത്ത പാറ പോലെയാണ് കല്ല് മഹാസർപ്പം ഇരിക്കുന്നത്. എന്നാൽ ഈ സർപ്പത്തിന് ഇഴയാൻ മാത്രമല്ല, പറക്കാനും കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നിന്റെ ബുദ്ധി വല്ല കുപ്പയിലും കൊണ്ടുപോയി കളയൂ. ഗീതാഞ്ജലി ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ഭയന്ന് വിറയ്ക്കുന്നത് കണ്ട അമരൻ ഒന്നും മിണ്ടാതെ പാമ്പിന്റെ അരികിൽ നിന്ന് ഓടാൻ അവളോട് ആംഗ്യം കാണിച്ചു. പക്ഷെ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അവൾ പറ്റില്ല എന്ന മട്ടിൽ തലയാട്ടി. പക്ഷേ അമരൻ അവളുടെ കൈ പിടിച്ച് അരികിലേക്ക് തള്ളി. ഞെട്ടിപ്പോയ അവൾ ഭിത്തിയിലിടിച്ചു. അവൾ വേദന കൊണ്ട് ചെറുതായി നിലവിളിച്ചു. പക്ഷേ ഭാഗ്യത്തിന് ശബ്ദം വളരെ മൃദുവായതിനാൽ സർപ്പം കേട്ടിട്ട് ഉണർന്നില്ല. അതിനുശേഷം അവൾ അമരനെ തുറച്ചു നോക്കി. ഒന്നും മിണ്ടാതെ നടക്കാൻ തുടങ്ങി. അമരനും അവളെ പിന്തുടർന്നു.
പെട്ടെന്ന് ഒരു ഉരുളൻ കല്ല് അവളുടെ കാലിൽ തട്ടി ഉരുണ്ടു. ആ ശബ്ദം ഗുഹയിലെങ്ങും പ്രതിധ്വനിക്കാൻ തുടങ്ങി. ആ ശബ്ദത്തിന്റെ പ്രതിധ്വനിയിൽ ആ വലിയ സർപ്പം പതിയെ കണ്ണു തുറന്നു. അമരന്റെ അടുത്തെത്തിയപ്പോൾ സർപ്പം പൂർണ്ണമായി എഴുന്നേറ്റ് അമരന്റെ മുന്നിൽ ചാടി. സർപ്പം അവന്റെ മുന്നിൽ ചുരുണ്ടുകൂടി. സർപ്പത്തിന്റെ ഇടതുവശത്തായിരുന്നു ഗീതാഞ്ജലി നിന്നിരുന്നത്. പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കുന്ന അമരനെ കണ്ട് കല്ല് സർപ്പം അവനെ തന്നെ നോക്കി നിന്നു. അത് തന്നെ ആക്രമിക്കുമോ എന്ന് ഭയന്ന് അമരൻ അനങ്ങാതെ നിന്നു. അപ്പോൾ പെട്ടെന്ന് സർപ്പം വലിയ വായ തുറന്ന് അമരനെ മൂർച്ചയുള്ള നീണ്ട പല്ലുകൾ കാണിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അമരന്റെ ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി. ഇത്രയും ക്രൂരനായ ഒരു വലിയ കൽസർപ്പം തന്നോട് അടുത്തത് അമരന്റെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാൻ കാരണമായി. ആ സമയം പെട്ടെന്ന് അമരൻ എന്തോ ഒരു ആശയം തോന്നി. നാഗത്തിന് കേൾക്കാൻ പറ്റാത്ത വിധം മൃദുവായി അവളെ നോക്കി. ഗീതാഞ്ജലി എന്ന് പതുക്കെ അവൻ അവളെ വിളിച്ചു. അവളും വളരെ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു, എന്താ? അവൻ പറഞ്ഞു, എന്നെ നേരത്തെ ബോധം കെടുത്താൻ ഉപയോഗിച്ച ആ പൊടി കുറച്ചു തരൂ. ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ആ നാഗത്തിന് നേരെ വിതറട്ടെ. എന്നാൽ അതേസമയം സർപ്പം അമരനോട് പല്ല് കാണിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ആക്രമിച്ചില്ല. പിന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് പെട്ടെന്ന് അവിടെയുള്ള ഒരു വിഗ്രഹത്തിന് നേരെ നോട്ടം തിരിച്ചു. പല്ലുകൾ കാണിക്കാൻ തുടങ്ങി. പക്ഷേ രണ്ടുപേരും അനങ്ങാതെ നിൽക്കുകയായിരുന്നു. രണ്ടുപേരും അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ നിന്നതിനാൽ സർപ്പം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിയില്ല. അപ്പോഴാണ് ഇരുവർക്കും ഒരു കാര്യം മനസ്സിലായത്. സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിലും പാമ്പ് തങ്ങളെ ആക്രമിക്കുന്നില്ലെന്ന്, പാമ്പുകൾക്ക് കേൾക്കാൻ കഴിയില്ലെന്ന് അവർ ഊഹിച്ചു. എവിടെ? ആ പൊടി വേഗം എടുത്തോ, അമരൻ പറഞ്ഞു. അതെ, ആ പൊടി. പക്ഷേ ഉടനെ അവൾ പറഞ്ഞു നിർത്തി. പക്ഷേ പക്ഷെ എന്ത്? നമ്മൾ മരിച്ചതിന് ശേഷം എപ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്? അമരൻ ചോദിച്ചു. അമരൻ പ്രകോപിതനാകുന്നത് കണ്ട് ഗീതാഞ്ജലി പറഞ്ഞു, വിഡ്ഢി, പറഞ്ഞാൽ മനസ്സിലാകാത്തവനെ, ഈ സർപ്പം നമ്മളെ ആക്രമിക്കും. ഞാനൊന്ന് ഇവിടെ നിന്നും ചലിച്ചാൽ, ഞാൻ എന്റെ കൈ ചെറുതായി ചലിപ്പിച്ചാലും അത് എന്നെ ഉടൻ ആക്രമിക്കും. അത് കേട്ട് അമരൻ അസ്വസ്ഥനായി. ഒടുവിൽ അവന്റെ ദേഹം ഒന്നനങ്ങി. പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇതുപോലെ വിഗ്രഹങ്ങളെ പോലെ നിൽക്കണമോ? അവൻ ചോദിച്ചു. അമരന്റെ ശരീരം ചലിക്കുന്നത് കണ്ട സർപ്പം അതിന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് കടിക്കാനായി അമരന്റെ നേരെ കുതിച്ചു. സർപ്പം അമരന്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ ഗീതാഞ്ജലിക്ക് അവസരം കിട്ടി. അവൾ ഉടനെ ആ വെള്ളപ്പൊടി എടുത്ത് അമരന്റെ നേർക്കെറിഞ്ഞു. അതേസമയം തന്നെ പാമ്പ് അവന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. സർപ്പത്തിന്റെ വേഗത പൊടിയുടെ വേഗത്തേക്കാൾ കൂടുതലായിരുന്നു. അമരൻ നവവിദ്യ ഉപയോഗിച്ച് പൊടി വേഗത്തിൽ തന്നിലേക്ക് വലിച്ചു. സർപ്പം അമരന്റെ അടുത്തേക്ക് വന്നു. കണ്ണടയ്ക്കുന്ന വേഗത്തിൽ അമരൻ തന്റെ മുഷ്ടിയിൽ പൊടി നിറച്ച് സർപ്പത്തിന് നേരെ എറിഞ്ഞു. പൊടി വിതറുന്നതിനിടയിൽ അവനും അവിടെ നിന്നും അല്പം മാറി നിന്നു. പൊടി പുരട്ടിയ ഉടൻ തന്നെ കല്ല് സർപ്പം മയങ്ങി നിലത്ത് വീണു. അപ്പോഴാണ് അമരൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് ഹൃദയമിടിപ്പ് നിയന്ത്രിച്ചത്. ഗീതാഞ്ജലി പറഞ്ഞു, വിഷമിക്കേണ്ട, രക്ഷപ്പെടൂ, നിങ്ങൾക്ക് ദീർഘായുസുണ്ട്. അമരൻ ഗീതാഞ്ജലിയെ തിരിഞ്ഞു നോക്കി. ഈ മോഹാലസ്യം എത്ര സമയം നീണ്ടു നിൽക്കും? അമരൻ ചോദിച്ചിട്ടു. നീ വിതറിയ പൊടിയുടെ അളവനുസരിച്ച് നാളെ രാത്രി വരെ ഈ സർപ്പം ഉണരില്ല. പക്ഷേ ഈ ഗുഹയിൽ ഇതുപോലൊരു മറ്റൊരു പാമ്പുണ്ടെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ, അവൾ പറഞ്ഞു. അത് നിങ്ങൾ പറയുന്നതല്ലേ, നമുക്ക് നോക്കാം. അവന്റെ മറുപടി കേട്ട് ഗീതാഞ്ജലി ചിരിച്ചുകൊണ്ട് അമരനോട് പറഞ്ഞു, നീ ശക്തൻ മാത്രമല്ല, ബുദ്ധിമാനുമാണ്. ശത്രുക്കളെ വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിവുള്ളവൻ, അവൾ പറഞ്ഞു. മാന്ത്രികമായ കല്ല് സർപ്പത്തെ എത്ര ധൈര്യത്തോടെയാണ് അമരൻ നേരിട്ടതെന്ന് കണ്ടപ്പോൾ തന്നെ ഗീതാഞ്ജലി അമരനെ മനസ്സിൽ ബഹുമാനിക്കാൻ തുടങ്ങി. അതേസമയം അവളുടെ അതിശയോക്തി കലർന്ന വാക്കുകൾ കേട്ട് അമരൻ നാണിച്ചു. അത് മറയ്ക്കാൻ അവൻ അവളെ നോക്കി മുന്നോട്ടു പോകാൻ ആംഗ്യം കാണിച്ചു. അവർ രണ്ടുപേരും വീണ്ടും ഗുഹയിലേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മുന്നോട്ടുള്ള വഴി അടഞ്ഞു. രണ്ടുപേരും നിന്നു. ഗുഹയുടെ അറ്റം കണ്ടപ്പോൾ രണ്ടുപേരും ആശ്ചര്യത്തോടെ പരസ്പരം നോക്കാൻ തുടങ്ങി. ഗീതാഞ്ജലിക്ക് ഒന്നും മനസ്സിലാക്കാതെ കുഴങ്ങി. പക്ഷേ അമരൻ അമ്പരന്നില്ല. പകരം
അവൻ ദേഷ്യത്തോടെ നോക്കി. അവൻ സ്വയം പറഞ്ഞു, അയ്യോ, എനിക്ക് ഭ്രാന്താണ്. അല്ലാതെ ആരെങ്കിലും ഈ പാതിരാത്രി ജീവൻ പണയപ്പെടുത്തി ഇത്രയും ദൂരം വരുമോ? എന്നിട്ട് ദേഷ്യത്തോടെ അയാൾ തന്റെ മുന്നിൽ കിടന്നിരുന്ന ഒരു കല്ലിൽ കാലുകൊണ്ട് തട്ടി. കല്ലുരുണ്ട് ആ ഗുഹയുടെ മുൻവശത്തെ ഭിത്തിയിൽ തട്ടി. അതിൽ നിന്ന് പൊടി പറന്നു. ഭിത്തിയിൽ നിന്ന് പൊടി വരുന്നത് കണ്ട അമരന് അത് വെറും കല്ലല്ലെന്ന് മനസ്സിലായി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് മതിലിന് നേരെ ഓടാൻ തുടങ്ങി. അമരൻ ഇത്ര സന്തോഷിച്ചത് എന്തിനാണെന്ന് ഗീതാഞ്ജലിക്ക് മനസ്സിലായില്ല. അമരന് ഭ്രാന്ത് പിടിച്ചോ? അതോ പാമ്പിന്റെ ആക്രമണത്തിൽ ബോധം പോയോ? എന്തിനാ ഇപ്പോൾ ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗീതാഞ്ജലി അവനെ വിചിത്രമായി നോക്കുന്നുണ്ടായിരുന്നു. അമരൻ പെട്ടെന്ന് ഭിത്തിയിൽ മുട്ടാൻ തുടങ്ങി. ഇത് കണ്ട് ഗീതാഞ്ജലി പറഞ്ഞു, അവൻ ഉറപ്പായും ഭ്രാന്തനായിരിക്കണം. ഭിത്തിയിലിടിക്കുമ്പോൾ പൊടി വീണുകൊണ്ടിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നരച്ച ഭിത്തിയുടെ നടുവിൽ ഒരു പഴയ തടിവാതിൽ അവ്യക്തമായി കാണാൻ തുടങ്ങി. അപ്പോൾ അടച്ചിട്ട വാതിൽ കണ്ട് ഗീതാഞ്ജലി അമ്പരന്ന് വാതിലിനടുത്തേക്ക് ഓടി. അതിനുശേഷം ഇരുവരും ചേർന്ന് വാതിലിൽ അവശേഷിച്ച പൊടിയും വൃത്തിയാക്കി. അമരൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് വാതിലിന് നേരെ കൈനീട്ടി. ജ്വാലവിദ്യ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പറഞ്ഞയുടനെ കയ്യിൽ നിന്ന് ശക്തമായ ഒരു കാറ്റ് വീശി. പെട്ടെന്ന് വാതിൽ പൊട്ടിത്തെറിച്ചു. ഉടൻ തന്നെ അവൻ ശക്തി വർദ്ധിപ്പിച്ച് വാതിൽ പൂർണ്ണമായും കത്തിച്ചു ചാരമാക്കി. ഇത് കണ്ട് ഗീതാഞ്ജലിക്ക് അമരനോട് വല്ലാത്തൊരു മതിപ്പ് തോന്നി. പക്ഷേ അപ്പോഴവൻ വിയർത്തൊലിച്ചു. മുതുകിൽ തൂങ്ങിക്കിടന്നിരുന്ന കല്ലുകൊണ്ടായിരുന്നു അത്. അതവന്റെ ശക്തികളെ നിരന്തരം വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആ കല്ല് കാരണം അമരന് തന്റെ ശക്തിയുടെ 70% മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ ഒരു വശത്തേക്ക് തുറന്നു. രണ്ടുപേരും സന്തോഷത്തോടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങി. അകത്തേക്ക് കടന്നപ്പോൾ കല്ലുകൾക്കിടയിൽ നിന്ന് വന്ന നിലാവിന്റെ നേരിയ വെളിച്ചം ആ സ്ഥലത്തെ അല്പം ഭയമുള്ളതാക്കി. അവൾ വെളിച്ചം നോക്കി നടന്നുകൊണ്ടിരുന്നു. അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് മൃദുസ്വരത്തിൽ വരുണമിത്രനോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ ശരിയായ സ്ഥലത്തെത്തിയെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അവന്റെ വാക്കുകളോട് വരുണമിത്രൻ പ്രതികരിച്ചില്ല. അതിനുശേഷം അവൻ ആവേശത്തോടെ ഗീതാഞ്ജലിക്കടുത്തേക്ക് ഓടി. നമ്മൾ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പൂർവികർ ഒളിപ്പിച്ച നിധി കണ്ടെത്താൻ പോവുകയാണ്, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ഇത് പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നത് അവൾ ശ്രദ്ധിച്ചു. രണ്ടുപേരും കയ്യിൽ പന്തവുമായി ഗുഹയ്ക്കുള്ളിലേക്ക് നടക്കുകയാണ്. ഗുഹ ഇരുണ്ടതും തണുപ്പുള്ളതുമായിരുന്നു. തണുപ്പിന്റെ നിശബ്ദതയിൽ രണ്ടുപേരും നടക്കുന്ന ശബ്ദം മാത്രം കേട്ടു. അപ്പോൾ ദൂരെ എവിടെയോ ചെന്നായയുടെ കരച്ചിൽ അവൾ കേട്ടു. അത് കേട്ട് ഗീതാഞ്ജലി അവളുടെ ചുവടുകൾ വേഗത്തിലാക്കി അവന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് അമരൻ അവളുടെ സംരക്ഷണത്തിനുള്ള ഏക മാർഗമാണെന്ന് അവൾക്ക് തോന്നി. അതിനാൽ അവൾ അങ്ങനെ ചെയ്യുന്നു. ഏകദേശം 10 നിമിഷം ഗുഹയ്ക്കുള്ളിൽ നടന്നപ്പോൾ അവൾക്ക് പെട്ടെന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. അവൾ നിശബ്ദത ശീലമാക്കിയില്ല. പക്ഷേ അമരനോട് എന്തെങ്കിലും പറയാൻ അവൾ ചിന്തിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ചലനം നിർത്തിയതായി അവൾ കണ്ടു. മുന്നോട്ട് നോക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു വലിയ കൽമതിൽ സ്ഥാപിച്ചിരിക്കുന്നു. അത് പാതയെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നു. ഇത് ഗുഹയുടെ അവസാനമാണോ? വീണ്ടും ഈ പാത ഇവിടെ അവസാനിക്കുന്നു, അമരൻ നിരാശയോടെ ഗീതാഞ്ജലിയോട് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നുന്നില്ല അമര. ഈ കൽമതിലിന് പിന്നിലാണ് നമ്മൾ തേടിയ ലക്ഷ്യമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമ്മുടെ പൂർവികർ ഈ ഗുഹയിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും, അതുറപ്പാണ്. എന്റെ പ്രവചനമനുസരിച്ച് ഇത് ഈ കൽമതിലിന് പിന്നിലാണ്. വരൂ, എന്തായാലും തുറക്കൂ, നമുക്ക് ശ്രമിക്കാം, അവൾ പറഞ്ഞു. എന്നാൽ അമരൻ പരിഹാസത്തോടെ അവളോട് പറഞ്ഞു, ഈ കല്ല് നോക്കൂ, നിങ്ങൾക്ക് ഇത് നീക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര കട്ടിയുള്ളതാണെന്ന് നോക്കൂ. ഇത് തകർക്കാൻ മഹായോഗ അവസ്ഥയിലുള്ളവർക്ക് മാത്രമേ കഴിയൂ, അവൻ പറഞ്ഞു. അത് കേട്ട് ഗീതാഞ്ജലി വാതിലിലേക്ക് സൂക്ഷിച്ചു നോക്കി പറഞ്ഞു, ബലം മാത്രം എല്ലായിടത്തും പ്രവർത്തിക്കുന്നില്ല അമര. ഈ കൽമതിൽ നോക്കൂ, ഈ വാതിലിലുള്ള ഇളം മഞ്ഞ വെളിച്ചം കാണൂ. ഇത് തീർച്ചയായും നക്ഷത്ര ഊർജം സൃഷ്ടിച്ച ഒരു കെണിയാണ്. ഇത് ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾ കരുതുന്നത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അധ്യായം 80. കൽമതിലിനെ കുറിച്ച് ഗീതാഞ്ജലി പറഞ്ഞത് ശരിയാകുമെന്ന് തോന്നിയ അമരൻ
തല കുലുക്കിക്കൊണ്ട് ആ വലിയ കൽമതിൽ നോക്കി. ഭിത്തിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന തോന്നലിൽ അമരൻ ഗീതാഞ്ജലിയുടെ കൈവിട്ട് കണ്ണുകളടച്ച് ഭിത്തിയിൽ കൈവയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിൽ ചുമരിലെ അടയാളങ്ങൾ വ്യക്തമായി കാണാൻ തുടങ്ങി. അടയാളങ്ങൾക്കിടയിൽ അവൻ മനുഷ്യരുടേതുപോലുള്ള 2 അടയാളങ്ങൾ കണ്ടു. ഒരുപക്ഷെ ഈ അടയാളങ്ങളെല്ലാം പൂർവികർ അവശേഷിപ്പിച്ചതാവുമെന്ന് അമരന് തോന്നി. എന്നാൽ ഈ അടയാളങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അമരന് മനസ്സിലായില്ല. അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗീതാഞ്ജലിയുടെ ആവേശം നിറഞ്ഞ ശബ്ദം അവിടെ മുഴങ്ങി. വാതിൽ തുറക്കാനുള്ള താക്കോൽ കിട്ടി അമര എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് അവൻ കേട്ടു. അത് കേട്ട അമരൻ സന്തോഷത്തോടെ അവളെ നോക്കി. ഗീതാഞ്ജലി കുനിഞ്ഞിരുന്ന് ഉയർന്ന സ്ഥലത്ത് സ്പർശിച്ചു. അവൾ ആ ഭാഗത്തെ മെല്ലെ അമർത്തിയപ്പോൾ പെട്ടെന്ന് കല്ല് പൊട്ടുന്ന ശബ്ദം ഗുഹയിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ശബ്ദത്തോടെ ആ കൽമതിൽ മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് അമരൻ അവളെ വലിച്ച് ഒരടി പിന്നോട്ട് വെച്ചു. അമരൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഗീതാഞ്ജലിക്ക് അപകടം പറ്റിയേനെ. കല്ല് മുകളിലേക്ക് ഉയരുന്നത് കണ്ട അമരൻ പുഞ്ചിരിയോടെ അവളെ നോക്കി. എന്നിട്ട് വീണ്ടും കൽമതിലിലേക്ക് നോക്കാൻ തുടങ്ങി. കൽമതിൽ ഉയർന്നു പോകുന്നത് അവൻ കണ്ടു. അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മിന്നൽ പോലെയുള്ള ഒരു പ്രകാശം ഗുഹയിൽ പരന്നു തുടങ്ങി. ആ പ്രകാശം ഒരു സാധാരണ പ്രകാശമായിരുന്നില്ല. ആ പ്രകാശം മിന്നിമറഞ്ഞു. ഗീതാഞ്ജലി അമരനെ നോക്കി പറഞ്ഞു, നീ ആദ്യം പോകൂ. കൽമതിലിന് പിന്നിൽ ഒരു വലിയ ശൂന്യമായ മുറി ഉണ്ടായിരുന്നു. അതിന്റെ ചുവരിൽ തിളങ്ങുന്ന മുത്തുകൾ തൂങ്ങിക്കിടന്നു. ഈ മുത്തുകളാണോ പ്രകാശം പരത്തുന്നത്? അമരൻ ആലോചിച്ചു. ഇത്തവണ അമരൻ ഗീതാഞ്ജലിയെ എതിർത്തില്ല. നിലത്ത് കിടന്നിരുന്ന ഒരു ചെറിയ കല്ലെടുത്ത് തന്റെ മുന്നിലെ പ്രകാശത്തിന് നേരെ അവൻ എറിഞ്ഞപ്പോൾ അത് കത്തി നശിച്ചു. ഉള്ളിൽ നിന്ന് കല്ലുകൾ ഉരുളുന്ന ശബ്ദം മാത്രം കേട്ടു. അതൊരു കെണിയല്ലെന്ന് അമരന് മനസ്സിലായി. ആ ആശ്വാസത്തിൽ അമരൻ നെടുവീർപ്പിട്ടു. അതിനുശേഷം അവൻ ഒരു പുഞ്ചിരിയോടെ വാതിലിലൂടെ നടക്കാൻ തുടങ്ങി. അവൻ അകത്തേക്ക് പോകുന്നത് കണ്ടു. ഗീതാഞ്ജലിയും അവനെ അനുഗമിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. ഗുഹയുടെ ആ ഭാഗത്തേക്ക് കടന്നപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ആ പ്രകാശവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ അവർക്ക് പരസ്പരം കാണാൻ സാധിച്ചു. ആ വലിയ മുറിയുടെ മധ്യഭാഗത്ത് വളരെ പഴക്കമുള്ള ഒരു കസേര ഉണ്ടായിരുന്നു. ആ ഭീമാകാരമായ കസേരയിൽ ഒരു അസ്ഥികൂടം ഇരിക്കുന്നുണ്ട്. അതിന്റെ തലയോട്ടി അസ്ഥികൂടത്തിന്റെ മടിയിൽ ഇരിക്കുന്നത് പോലെയായിരുന്നു. ഈ കാഴ്ച ഗീതാഞ്ജലിക്കും അമരനും വിചിത്രമായി തോന്നി. അമരന്റെ കണ്ണുകൾ ആ കസേരയ്ക്ക് മുമ്പിൽ വെച്ച മേശയിൽ പതിഞ്ഞു. ആ മേശപ്പുറത്ത് കല്ലുകൊണ്ട് തീർത്ത 3 താഴിട്ടു പൂട്ടിയ പെട്ടികൾ ഉണ്ടായിരുന്നു. ആ പെട്ടികൾ കൂടാതെ മുറിയുടെ 3 മൂലകളിലായി തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങളും അനേകം ആഭരണങ്ങളും കൂട്ടിയിട്ടിരുന്നു. നാണയ കൂമ്പാരം നോക്കുമ്പോൾ ആ മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങളുടെ മാത്രം മൂല്യം 1,00,000 രൂപയെങ്കിലും കണക്കാക്കാം. ഇത് ഒരു ഏകദേശ തുക മാത്രമായിരുന്നു. കൂടാതെ സ്വർണ്ണാഭരണങ്ങളും അവിടെ കിടന്നിരുന്നു. അമര, എവിടെ നോക്കിയാലും സ്വർണ്ണ നാണയങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു, ഗീതാഞ്ജലി അതിശയത്തോടെ പറഞ്ഞു. അതെ, ഇത് നമ്മൾ തേടിയ നിധിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. പൂർവികർ ഒളിപ്പിച്ചു സൂക്ഷിച്ചിരുന്ന ആ നിധി ഇതാവില്ല, അമരൻ പറഞ്ഞു. അമരന് ആ നാണയങ്ങളിലും ആഭരണങ്ങളിലും ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഈ സ്വർണ്ണ നാണയങ്ങൾക്കും നമ്മൾ തേടുന്ന നിധിക്കും ഒരു ബന്ധവുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തിനാവും ഇത്രയേറെ സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്? ഇതിനു പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ട്, അമരൻ പറഞ്ഞു. ഇവിടെ വേറെ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ സ്വർണ്ണ നാണയങ്ങളും വിലപിടിപ്പുള്ള ആഭരണങ്ങളും ശ്രദ്ധ തിരിക്കാനാണ് ഇവിടെ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത്, ഗീതാഞ്ജലി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, ഇത് നമ്മൾ അന്വേഷിച്ച നിധിയല്ല. തീർച്ചയായും നിങ്ങളുടെ പൂർവികർ ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഈ നാണയങ്ങൾ ഇവിടെ കൂട്ടിയിടില്ലായിരുന്നു. അവർ വേറെ വല്ലതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അമരൻ പറഞ്ഞു. മുറിയിലാകെ കണ്ണോടിച്ച അമരന്റെ കണ്ണുകൾ പെട്ടെന്ന് സന്തോഷം കൊണ്ട് വിടർന്നു. അവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിടർന്നു. മുറിയുടെ അങ്ങേ മൂലയിൽ ഒരുപാട് പൂക്കൾ അമരൻ കണ്ടു. ആ പൂക്കളെ കണ്ടതും ആകാംക്ഷ അടക്കാനാവാതെ 2 പേരും പെട്ടെന്ന് ആ മൂലയിലേക്ക് ഓടി.
നോക്ക്, ഈ ഗുഹയിൽ ഒരു സാധാരണക്കാരൻ വന്നാൽ ഈ പൂക്കൾ കാണാതെ സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ ശ്രദ്ധിക്കൂ, അല്ലേ? ഗീതാഞ്ജലി പറഞ്ഞു. തീർച്ചയായും അത് തന്നെയാണ് സംഭവിക്കുക, അമരൻ പറഞ്ഞു. എല്ലാ പൂക്കളെയും കണ്ട് ഗീതാഞ്ജലി ആഹ്ലാദത്താൽ തുള്ളിച്ചാടി. ഓരോ പൂക്കളെയും തിരിച്ചറിഞ്ഞതും അവൾ അവയുടെ പേര് വിളിച്ചു. നീല ഇലകളുള്ള പുഷ്പം, വെളുത്ത മധുര പുഷ്പം, മഞ്ഞ പനിനീർ പൂക്കൾ, തിളങ്ങുന്ന മഞ്ഞ പുല്ലുകൾ. അങ്ങനെ നിരവധി വിശിഷ്ടമായ ഔഷധ ഗുണങ്ങളുള്ള പുഷ്പങ്ങളായിരുന്നു അവയിലേറെയും. ചിലത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായവയായിരുന്നു. എല്ലാ ചെടികൾക്കിടയിലും ഇളം ചുവപ്പും വെളുത്തതുമായ പുല്ല് വളരുന്നു. ആ പുല്ല് 2 ഭാഗങ്ങളായിരുന്നു. രണ്ടും വ്യത്യസ്ത നിറങ്ങളായിരുന്നു. അതിന്റെ കീഴ്ഭാഗം വെളുത്ത അനേകം ചെറിയ തുള്ളികൾ കാണാമായിരുന്നു. ഈ തുള്ളികൾ ഉരുകാത്ത മഞ്ഞ് പോലെയായിരുന്നു. മുകൾ ഭാഗങ്ങൾ എരിയുന്ന തീ പോലെ ഇളം ചുവപ്പായിരുന്നു. കൂടാതെ പുല്ലിന് ചുറ്റും നനഞ്ഞ മൂടൽ മഞ്ഞുണ്ടായിരുന്നു. ഒരു മേഘത്തിൽ നിന്ന് പുല്ല് വളർന്നത് പോലെ തോന്നി. വളരെ അപൂർവമായി കണക്കാക്കപ്പെട്ടിരുന്നതും രക്തരൂക്ഷിത പനിനീർ സത്ത് തയ്യാറാക്കാൻ അത്യാവശ്യവുമായിരുന്ന പൂക്കളും അവിടെ ഉണ്ടായിരുന്നു. ആ ചുവന്ന വെളുത്ത പുല്ല് കണ്ടപ്പോൾ അമരന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. അവന്റെ മുഖത്തെ സന്തോഷം കണ്ട് ഗീതാഞ്ജലി അമ്പരപ്പോടെ അവനോട് ചോദിച്ചു, നിനക്ക് ഈ പുല്ല് എന്താണെന്നറിയാമോ? അവൾ ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് ചെറുപുഞ്ചിരിയോടെ അമരൻ മറുപടി പറഞ്ഞു, അറിയുമോന്നോ, ഒരുപാട് നാളായി ഞാനിത് അന്വേഷിക്കുന്നു. എനിക്കിത് വേണം. ഇത് കേട്ടപ്പോൾ ഗീതാഞ്ജലിക്ക് അല്പം നിരാശ തോന്നി. 2 പേരും ഒരുമിച്ചാണ് നിധി കണ്ടെത്തിയതെന്ന് അവൾ വിശ്വസിച്ചു. അതിനാൽ ഇരുവർക്കും എല്ലാ കാര്യങ്ങളിലും തുല്യ അവകാശമുണ്ടെന്ന് അവൾ കരുതി. ഇതെന്തു കഥ? എനിക്കും വേണം. എല്ലാം നിന്റേതാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് വന്നത്? നീ എന്നെ ചതിക്കുകയാണോ? അവൾ രോഷത്തോടെ പറഞ്ഞു. അവളുടെ മുഖത്തെ നിരാശയും ദേഷ്യവും കണ്ട് അമരൻ പറഞ്ഞു, ഇവിടെ നോക്കൂ ഗീതാഞ്ജലി, ഇതെനിക്ക് വളരെ പ്രധാനമാണ്. പക്ഷെ നിന്നെ നിരാശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എല്ലാം വേണ്ട. ഞാൻ കുറച്ചെടുത്തോളാം. ബാക്കി നിനക്കുള്ളതാണ്. 3-ൽ 2 ഭാഗം നീ എടുത്തോളൂ. ഇത് നിനക്ക് സ്വീകാര്യമാണോ? അമരൻ ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് ഗീതാഞ്ജലി സമ്മതം മൂളി. അവളുടെ മുഖത്തെ അസ്വസ്ഥതയും അല്പം കുറഞ്ഞു. അമരൻ അത് ശ്രദ്ധിച്ചു. ഈ സമയം അമരൻ ആശ്വസിച്ചു. എന്നിട്ട് അവൻ വളരെ ശ്രദ്ധയോടെ മണ്ണിൽ നിന്ന് പുല്ല് പറിച്ചെടുത്ത് ഒരു പച്ചക്കുപ്പിയിലാക്കി. അതിനുശേഷം ഗീതാഞ്ജലി ബാക്കി ചെടികളും മറ്റും പറിച്ചെടുത്തു. അവളുടെ ശ്രദ്ധ മുഴുവൻ അമരൻ കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന പുല്ലിലായിരുന്നു. ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ട മൂലികകൾ വളരെ പ്രാധാന്യമേറിയതാണ്. അതിനു മുന്നിൽ സ്വർണവും വെള്ളിയും പോലും ഒന്നുമല്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഈ അമരൻ എന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഈ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് കിട്ടുമായിരുന്നു, അവൾ വിചാരിച്ചു. നിധി കണ്ടെത്തിയ ശേഷം ഈ നിഗൂഢ നിധിയിലേക്കുള്ള യാത്ര താൻ വിചാരിച്ച പോലെ അപകടകരമല്ലെന്ന് അവൾ മനസ്സിലാക്കി. അമരനെ മനസ്സിൽ ശകാരിച്ചുകൊണ്ട് അവൾ കണ്ണു തുറന്ന് ബാക്കിയുള്ള ചെടികൾ പറിക്കാൻ തുടങ്ങി. അവ അവളുടെ പച്ചക്കുപ്പികളിൽ ശേഖരിച്ചു വെച്ചു. അവൾ ചെടികൾ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമരൻ വീണ്ടും മുറിയിൽ ചുറ്റും നോക്കാൻ തുടങ്ങി. മേശപ്പുറത്ത് വെച്ച 3 പെട്ടികളല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ലെന്ന് അമരന് മനസ്സിലായി. വീണ്ടും അവൻ മുറിയിലാകെ കണ്ണോടിച്ചു. എന്നിട്ട് മുറിയുടെ നടുവിലുള്ള കൽമേശയുടെ അടുത്തേക്ക് നീങ്ങി. അതിൽ വെച്ചിരിക്കുന്ന പെട്ടികളുടെ പൂട്ടുകൾ ശ്രദ്ധയോടെ നോക്കി. അമരൻ പൂട്ടിൽ തൊടുമ്പോൾ തന്നെ അവന്റെ കയ്യിൽ വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടു. അവൻ പെട്ടെന്ന് പരിഭ്രാന്തനായി കൈ പിൻവലിച്ചു. ഇത്രയും നേരം ഭൂമിക്കടിയിൽ കിടന്നിട്ടും പൂട്ടു ചൂടായത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇപ്പോഴും ഇത്ര ചൂടാണെങ്കിൽ ഇതൊരു സാധാരണ ഇരുമ്പ് പൂട്ടല്ല. അതിനാൽ ഇത് തകർക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് തീർച്ചയായും തകർക്കാൻ കഴിയില്ല. പക്ഷേ ഈ പെട്ടികളുടെ താക്കോലുകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഉറപ്പാണ്. അവ കണ്ടെത്തണം, അമരൻ പറഞ്ഞു. കസേരയിലിരിക്കുന്ന ഒരു അസ്ഥികൂടത്തിൽ അവന്റെ കണ്ണുകൾ പതിഞ്ഞു. അതിന്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ അസ്ഥികൂടത്തിന്റെ 3 വിരലുകളിൽ 3 താക്കോലുകൾ തൂങ്ങിക്കിടക്കുന്നത് അമരൻ ശ്രദ്ധിച്ചു. ഇത് കണ്ട അമരൻ പതിയെ അസ്ഥികൂടത്തിനരികിലെത്തി. നേരിയ ഭയത്തോടെ താക്കോലുകൾ ഓരോന്നായി പുറത്തെടുത്തു. 2 താക്കോലുകൾ എടുത്ത ശേഷം 3-ാമത്തെ താക്കോൽ മാത്രം എളുപ്പത്തിൽ പുറത്തു വന്നില്ല. അതെടുക്കാൻ അമരൻ അല്പം ബലം പ്രയോഗിച്ച് തന്റെ നേരെ വലിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അസ്ഥികൂടം പൊട്ടി.
അതിന്റെ കൈ മാത്രം നിലത്ത് വീണു. ഒടിഞ്ഞ കൈ കണ്ട് അമരന് വല്ലാത്ത വിഷമം തോന്നി. കുനിഞ്ഞ് അതെടുത്ത് അസ്ഥികൂടത്തിൽ ഘടിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോൾ അമരന് തന്റെ കൈയിലെ അസ്ഥികൂടത്തിന്റെ ഭാരം വർദ്ധിച്ചു വരുന്നതായി അനുഭവപ്പെട്ടു. അതിൽ എന്തോ കുഴപ്പം തോന്നി. എന്നാൽ അതേക്കുറിച്ച് കൂടുതൽ അറിയാതെ അയാൾ നിശബ്ദമായി കൈ അസ്ഥികൂടത്തോട് ചേർത്തു. അപ്പോഴാണ് ഒരു ചെറിയ കടലാസ കഷ്ണം അസ്ഥികൂടത്തിന്റെ മുകൾ ഭാഗത്ത് കുടുങ്ങിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് അവൻ ഗീതാഞ്ജലിയെ തിരിഞ്ഞു നോക്കി. അവൾ ചെടികൾ പറിക്കുന്ന തിരക്കിലാണ്. രഹസ്യമായി ഒറ്റ കണ്ണുകൊണ്ട് അവളെ നോക്കി. പതിയെ കടലാസ് എടുത്ത് നിധി മോതിരത്തിൽ സൂക്ഷിച്ചു. മോതിരത്തിൽ കടലാസ് ഭദ്രമാക്കി അവൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. പുഞ്ചിരിച്ചുകൊണ്ട് താക്കോൽ കയ്യിൽ നിന്നും ഉയർത്തി മേശപ്പുറത്തിരുന്ന പെട്ടികളിൽ ചെന്ന് വീണ്ടും ചൂടുള്ള പൂട്ട് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ പൂട്ട് തുറക്കുന്നതിന് മുമ്പ് അവൻ ഗീതാഞ്ജലിയെ നോക്കി അവളോട് പറഞ്ഞു, ഗീതാഞ്ജലി, കുറച്ചു സമയത്തേക്ക് ഇങ്ങോട്ട് വരൂ. ഞാൻ ഈ പെട്ടി തുറക്കാൻ പോകുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഈ നിധി എടുത്തതിന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. വേഗം ഇങ്ങോട്ട് വാ. അവൻ വിളിച്ചു. അവൻ പറഞ്ഞത് ശരിയാണ്. അമരൻ അടുത്തേക്ക് വരും മുമ്പ് അവൾ ചെടികളെല്ലാം പറിച്ചു തീർത്തു. അങ്ങനെ അവൾ അമരന്റെ വാക്കുകൾ കേട്ട് പെട്ടിയുടെ അടുത്തേക്ക് ചെന്നു. വിരലുകളിൽ തൂങ്ങിക്കിടക്കുന്ന കറുത്ത താക്കോൽ കുലുക്കി. നമുക്ക് പൂർവികരുടെ നിധി തുറക്കാം. അമരൻ 3 താക്കോലുകളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് ആദ്യത്തെ താഴിലിട്ട് നോക്കാൻ തുടങ്ങി. താക്കോൽ പൂട്ടിൽ വെച്ചപ്പോൾ അത് എല്ലായിടത്തും ചേരുന്നില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. താക്കോൽ ആ പൂട്ടിൻ്റെതല്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ മറ്റൊരു താക്കോൽ ഇടാൻ ശ്രമിച്ചു. ഗീതാഞ്ജലി ആകാംക്ഷയോടെ അമരനെ നോക്കി നിന്നു. അധ്യായം 81. അമരൻ തന്റെ വിരലുകളിൽ തൂങ്ങിക്കിടക്കുന്ന കറുത്ത താക്കോൽ കുലുക്കി.